അള്ളാഹു പറയുന്നു, ലാ തസ്തവിൽ ഹസനത്ത് വല സയ്യ ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. ലാ തസ്തവിൽ ഹസനത്തു വല സയ്യ, നന്മയും തിന്മയും ഒരിക്കലും സമമാവില്ല, നല്ലതും ചീത്തയും ഒരിക്കലും ഒപ്പമാവില്ല. ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ, ഒരാളോട് പ്രതികരിക്കുകയോ പ്രതിരോധിക്കുകയോ ചെയ്യേണ്ടി വരുമ്പോൾ നല്ല മാർഗം ഉപയോഗിച്ചുകൊണ്ട് അയാളോട് പ്രതികരിക്കുക, നന്മ ചെയ്തുകൊണ്ട് പ്രതികരിക്കുക. ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവ, അങ്ങനെ നീ തീരുമാനിച്ചാൽ നിനക്ക് ആരോടാണോ ശത്രുതയുള്ളത്, നിന്നോടാർക്കാണോ ശത്രുതയുള്ളത്, ആ വ്യക്തിയും നീയും തമ്മിൽ കഅന്നഹു വലിയ്യുൻ ഹമീം, അയാൾ നിൻ്റെ ഉറ്റ സുഹൃത്തിനെ പോലെയായിത്തീരും. നമ്മോടൊരാൾ അക്രമങ്ങളോ ദ്രോഹങ്ങളോ അനീതിയായ പെരുമാറ്റങ്ങളോ ചെയ്താൽ അതിന് പകരമായി അങ്ങോട്ട് അതുപോലെ പ്രതികരിക്കാതെ പകരം നന്മകൾ ചെയ്യാൻ തീരുമാനിച്ചാൽ, നമ്മൾ അയാൾക്ക് പകരം ദുഷ്ടതയല്ല ചെയ്യുന്നത്, അയാളോട് ക്ഷമിക്കാനും അയാൾക്ക് നന്മ വരാനുമാണ് നാം ശ്രമിക്കുന്നതെങ്കിൽ ആ ശത്രുത കാണിക്കുന്ന വ്യക്തിക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അയാൾ സ്വാഭാവികമായും നമ്മുടെ ബന്ധുവായി മാറും, സുഹൃത്തായി മാറും, ഒറ്റ മിത്രമായി മാറും. എന്നിട്ട് അതിൻ്റെ ആയത്തിൻ്റെ ബാക്കി, വമാ യുലക്കാഹ ഇല്ലല്ലദീന സബറു വമാ യുലക്കാഹ ഇല്ലാദു ഹല്ലിൻ അലീം. ഈ പറഞ്ഞ കൽപ്പന, ഈ ഭാഗ്യം, ഈ തീരുമാനം കൈകൊള്ളാൻ, ഉൾക്കൊള്ളാൻ, നടപ്പിൽ വരുത്താൻ സാധിക്കയില്ല ഇല്ലല്ലദീന സബറു, ക്ഷമ കൈകൊള്ളുന്ന ആളുകൾക്കല്ലാതെ. വമാ യുലക്കാഹ ഇല്ലാദു ഹല്ലിൻ അലീം, വലിയ ഭാഗ്യം ചെയ്തവർക്ക് മാത്രമേ, ഭാഗ്യമുള്ളവർക്ക് മാത്രമേ, സൗഭാഗ്യവാന്മാർക്ക് മാത്രമേ ഈ ഒരു തരത്തിൽ പ്രതികരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും കൂടി പറഞ്ഞുകൊണ്ടാണ് സൂറത്ത് ഫുസ്സിലത്തിൽ 35-ാമത്തെ ആയത്ത് അവസാനിപ്പിക്കുന്നത്. ആശയം വ്യക്തമാണല്ലോ, അള്ളാഹിൻ്റെ വചനാണ്. അള്ളാഹു നമ്മളോട് നിർദ്ദേശിക്കുന്ന ഒരു വലിയ പാഠം, ഒരു വലിയ ശീലം, ഒരു ബോധം. ഇങ്ങോട്ടെന്ന് കിട്ടുന്ന തിന്മകൾക്ക്, ദ്രോഹങ്ങൾക്ക് അതേ നാണയത്തിലോ അതിന് ശക്തിയായോ പ്രതികരിക്കുന്നതിന് പകരം തിരിച്ചങ്ങോട്ട് ക്ഷമയും മാപ്പും കാണിച്ചിട്ട് നന്ദി കാണിക്കാൻ, അയാൾക്ക് നന്മ ചെയ്യാനാണ് പറയുന്നത്. നന്ദിയല്ല, നന്മ. അങ്ങനെ വന്നാൽ ശത്രുത കാണിക്കുന്ന വ്യക്തിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ, അയാൾ നമ്മുടെ മിത്രമായി മാറും. ഈ ഒരു നിർദ്ദേശം നമ്മുടെ മുമ്പിൽ നൽകിയിട്ട് അതിൻ്റെ കൂടെ പടച്ചവനൊരു കാര്യം ഓർമ്മിപ്പിച്ചു. ഈ ഒരു അവസ്ഥയിലേക്ക് മനസ്സ് എത്തിപ്പെടണമെങ്കിൽ പറയാൻ എളുപ്പമാണ്, പക്ഷെ അങ്ങനെ കാണിക്കണമെങ്കിൽ, അങ്ങനെ പ്രാവർത്തികമാക്കണമെങ്കിൽ വലിയ ഭാഗ്യം വേണം, അള്ളാൻ്റെ പക്കൽ നിന്നുള്ള വലിയ തൗഫീക്ക് വേണം. അതിൻ്റെ മുമ്പ് ഇവൻ്റെ മനസ്സിൽ ക്ഷമിക്കുക, ക്ഷമ കൈകൊള്ളുക എന്നൊരു സ്വഭാവം, എന്തും ക്ഷമിക്കാനുള്ള, സഹിക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടെങ്കിലേ സാധ്യമാവൂ എന്നുകൂടി പറഞ്ഞു. ഈ ആയത്തിൽ ഇപ്പോൾ അള്ളാഹു ചെയ്തിരിക്കുന്ന ഒരു ഭാഗം, ഒരു കാര്യം, നമ്മോട് ഒരു സ്വഭാവം, ഒരു ശീലം കൈകൊള്ളാൻ വേണ്ടി പറഞ്ഞു പടച്ചവൻ. എന്നിട്ട് പടച്ചവൻ തന്നെ പറഞ്ഞു തരാണ്, ആ സ്വഭാവം നിങ്ങളിൽ ഉണ്ടാവണം, നിങ്ങൾ വെറുതെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. മറ്റൊരു സ്വഭാവം നിങ്ങളിൽ നേരത്തെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന സ്വഭാവം നിങ്ങളിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അതേതാണത്? സഹനം, ക്ഷമ എന്ന് പറയുന്ന, സബർ എന്ന് പറയുന്ന ഭാഗം. ഇപ്പം നിങ്ങൾക്ക് വ്യക്തമായി കാണും ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ വിഷയത്തെപ്പറ്റി ചില കാര്യങ്ങളാണ്, ഈ സബർ, ക്ഷമ എന്ന് പറയുന്ന ഭാഗത്തെപ്പറ്റി. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞത് നമ്മുടെ മനസ്സിൻ്റെ മാറ്റങ്ങളെപ്പറ്റി, മനസ്സ് നന്നാക്കി തീർക്കേണ്ട ആവശ്യകതയെപ്പറ്റിയൊക്കെ ചില കാര്യങ്ങൾ പറയുകയാണ് ചെയ്തത്. ആ മനസ്സിൻ്റെ നന്മയിൽ എന്താണ് ഒരാളുടെ മനസ്സിൻ്റെ നന്മ എന്ന് പറഞ്ഞാൽ, ഗുണമെന്ന് പറഞ്ഞാൽ, ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ. ആ കൂടെ കൂട്ടി വായിക്കാനും പഠിക്കാനും പറ്റുന്നൊരു കാര്യമാണ് ഈ പറയുന്ന വിഷയം. ക്ഷമ അല്ലെങ്കിൽ സഹനം എന്ന് പറയുന്ന സ്വഭാവം ഒരു വ്യക്തിയിൽ എന്നിലുണ്ടാവുമോ, നമ്മിലുണ്ടാവുമ്പോൾ നമ്മുടെ മനസ്സ് അതിന് മാത്രം നന്നായിത്തീരുന്നു എന്നാണ്. ആ അർത്ഥത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ വിഷയമായി കൂട്ടി വായിക്കാം. ഇനി എൻ്റെ വിഷയം പറഞ്ഞു തുടങ്ങാൻ ഞാൻ പറയുമ്പോൾ എനിക്ക് ആദ്യം പറയാൻ തോന്നുന്നത്, ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ക്ഷമിക്കുക, സഹിക്കുക എന്ന് പറയുന്ന ഈ ആശയം, ഈ തത്വം, ഈ പാഠം എന്തെല്ലാം അർത്ഥങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ്.
ഒരായത്ത് കേൾപ്പിക്കുക ആദ്യം. ഫസ്ബിർ ലി ഹുക്മി റബ്ബിക ഫഇന്നക ബിഅയുനിന വസബ്ബിഹ് ബിഹംദി റബ്ബിക ഹീന തഖൂം. ആ ആയത്തിലെ ആശയം ഫസ്ബിർ ലി ഹുക്മി റബ്ബിക, നീ അള്ളാഹുവിൻ്റെ തീരുമാനത്തിന് ക്ഷമ കാണിക്കുക. അള്ളാഹുവിൻ്റെ വിധിക്ക്, അള്ളാഹുവിൻ്റെ നിശ്ചയങ്ങൾക്ക്, അള്ളാഹുവിൻ്റെ വിധിയോട് നീ ക്ഷമ കാണിക്കുക. പ്രവാചകരെ ഫഇന്നക ബിഅയുനിന, നീ നമ്മുടെ ദൃഷ്ടിയിലാണ്, ഞാൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഫസബ്ബിഹ് ബിഹംദി റബ്ബിക ഹീന തഖൂം, നീ രാവിലെ എഴുന്നേറ്റ് വന്നാൽ നിൻ്റെ രക്ഷിതാവിനെ പുകഴ്ത്തുകയും വേണം, പ്രശംസിക്കുകയും വേണം, തസ്ബീഹ് ചെയ്യണം, തഹ്മീദ് ചെയ്യുകയും വേണം. എന്താ നമ്മൾ പഠിക്കുന്നത്? നമ്മോട് അള്ളാഹു ക്ഷമയുള്ളവരായി തീരാൻ വേണ്ടി ആഹ്വാനം ചെയ്യുമ്പോൾ, കൽപ്പിക്കുമ്പോൾ, ആ ക്ഷമ നമ്മിൽ കാണപ്പെടേണ്ട ഒരു ഭാഗം ഖുർആൻ പറയുന്നത്, പഠിപ്പിക്കുന്നത് എവിടെയാണ്? അള്ളാഹുവിൻ്റെ വിധിയോട് കാണിക്കുന്ന ക്ഷമയാണ്. അള്ളാഹിൻ്റെ വിധി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എപ്പോഴൊക്കെയോ കരയാൻ വേണ്ടി വിധിച്ചിട്ടുണ്ട് പടച്ചവൻ നമ്മുടെ ജീവിതത്തിൽ, എപ്പോഴൊക്കെയോ ചിരിക്കാനും വിധിച്ചിട്ടുണ്ട് പടച്ച തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ. പല ഭാഷകളിൽ പല രൂപത്തിൽ നമുക്കിത് പറയാൻ പറ്റും. എപ്പോഴൊക്കെയോ സന്തോഷിക്കാൻ വിധിച്ചിട്ടുണ്ട്, എപ്പോഴൊക്കെയോ ദുഃഖിക്കാൻ വിധിച്ചിട്ടുണ്ട്, എപ്പോഴൊക്കെയോ സുഖം വിധിച്ചിട്ടുണ്ട്, എവിടെയൊക്കെയോ ദുഃഖം വിധിച്ചിട്ടുണ്ട്. ഇത് മുഴുവൻ എന്ന് തീരുമാനിച്ചു? നമുക്കെല്ലാം അറിയാം. നാം നമ്മുടെ ഉമ്മയുടെ വയറ്റിൽ 4 മാസം പ്രായമായി കിടന്ന ഒരവസ്ഥയിലാണ് ഇത് തീരുമാനിച്ചത്. അത് അനുഭവിച്ചുകൊണ്ടേ പോവുകയാണ് നമ്മൾ ജീവിതത്തിൻ്റെ ഓരോ ഭാഗത്തും. സുഖമായാലും അത് തീരുമാനിച്ചത് പടച്ച റബ്ബാണ്, വിഷമങ്ങളായാലും തീരുമാനിച്ചത് പടച്ച റബ്ബാണ്. ആ ബോധം ഒരു വിശ്വാസഭാഗമായി, 6ാമത്തെ ഈമാൻ കാര്യമായി പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് സുഖം കടന്നു വന്നാലും ദുഃഖം കടന്നു വന്നാലും ഉണ്ടാവേണ്ട ഭാവം അതിനോട് അഡ്ജസ്റ്റ് ചെയ്യുക. അത് ഇന്നലെ സന്തോഷിക്കാൻ വിധിച്ച പടച്ചവൻ ഇന്ന് കരയാനാണ് വിധിച്ചത്, ഞാൻ കരയട്ടെ, എന്നോട് കരയാൻ പറഞ്ഞത് പടച്ചവനാണ്. ഇന്നലെ വളരെ സന്തോഷവാനായ ഒരു മൂഡാണ് ഉണ്ടായിരുന്നത്, ഇന്ന് വളരെ ദുഃഖത്തിൻ്റെ ഒരു മൂഡാണ് മനസ്സിന്. അങ്ങനെയാണ് റബ്ബിൻ്റെ തീരുമാനമെങ്കിൽ ആ തീരുമാനത്തെ ഞാൻ സ്വീകരിക്കുന്നു. അതാണ് ഈ ഫസ്ബിർ ലി ഹുക്മി റബ്ബിക എന്ന് പറയുന്നത്. പറയേണ്ട പറച്ചിലും പരിഭവം പറയേണ്ട പരിഭവങ്ങളും പടച്ചവനെക്കുറിച്ച് പറയാനുള്ള പരാതികളും എല്ലാം പറഞ്ഞു കഴിഞ്ഞതിനൊടുവിൽ ഇനി ഞാൻ ക്ഷമിക്കുകയാണ് എന്ന് പറയാനല്ല, അള്ളാൻ്റെ ഹുക്കും, അള്ളാൻ്റെ തീരുമാനം, ആ തീരുമാനത്തെ ഞാൻ സ്വീകരിക്കുന്നു. ഇതാണ് റബ്ബിൻ്റെ തീരുമാനമെങ്കിൽ ആ തീരുമാനം എനിക്ക് സന്തോഷമാണ്. ഇതാണ് ഒരു പറഞ്ഞിരിക്കുന്നത്. ഇത് നമുക്കറിയാവുന്നൊരു കാര്യമാണല്ലേ, ഇങ്ങനെ ക്ഷമിക്കണമെന്നത്. ഇതിൻ്റെ വിശദീകരണം എന്നതിലേക്ക് ഖുർആൻ പറഞ്ഞെന്ന മറ്റൊരു സന്ദർഭം, ക്ഷമയുടെ മറ്റൊരു സന്ദർഭം അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളാണ്, വിധിയുടെ മറ്റൊരു രൂപം. അത് ഖുർആൻ അങ്ങനെ പരീക്ഷണം എന്ന് പറഞ്ഞതുകൊണ്ട് അള്ളാഹുവിൻ്റെ ആ വചനം ശ്രദ്ധയിൽപ്പെടുത്താം. വലനബുലുവന്നക്കും, നിങ്ങളെ ഞാൻ പരീക്ഷിക്കാതെ വിടില്ല, പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശൈഇൻ, ചിലത് കൊണ്ട്. എന്തൊക്കെയാ? അൽ ഖൗഫ്, ഷൈമിനൽ ഖൗഫ് വൽ ജൂ വനഖ്സി മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. എന്തൊക്കെയാ അള്ളാഹു നമ്മളെ പരീക്ഷിക്കാൻ ഉപയോഗിക്കാമെന്നറിയോ? ഭയം, പേടി, ചിലപ്പോൾ വിശപ്പ്, ചിലപ്പോൾ ശരീരത്തിലും പിന്നെ ധനത്തിലുമൊക്കെ ഉണ്ടാകുന്ന കുറവ്, കായികനികളിലുമൊക്കെ ഉണ്ടാകുന്ന കുറവ്, ഇങ്ങനെ പലതരം അനുഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് പരീക്ഷിക്കുമ്പോൾ ബശിരി സാബിരീൻ, ക്ഷമിക്കുന്നവരോട് സന്തോഷ വാർത്ത പറഞ്ഞേക്കുക. വെറുതെയെങ്കിലും ഭയം, ശത്രുക്കളുടെ ഭയം എന്ന് മാത്രം കണക്കാക്കണ്ട, ഒരു തരം ഭീതി, അകാരണമായ ഭീതി, എന്താണെന്നറിയുന്നില്ല. ഞാൻ എന്തിനാ വെറുതെ പേടിക്കുന്നത് എനിക്കറിയില്ല, പക്ഷെ ഒരു പേടി, ഖൗഫ്. ചിലപ്പോൾ ശത്രുക്കളുടെ പേടിയായിരിക്കാം, മറ്റെന്തെങ്കിലും ഭയമായിരിക്കാം, ജോലി പോലെയുള്ളവ നഷ്ടപ്പെടുന്ന ഭയമായിരിക്കാം. അങ്ങനെ ഒരു ഭയം. ചിലപ്പോൾ അള്ളാഹു നമ്മുടെ മനസ്സിനെ, എന്താണ് എൻ്റെ പ്രതികരണം, നമ്മുടെ പ്രതികരണം എന്ന് നോക്കുക, ഭയം തന്നിട്ട്. ചിലപ്പോൾ വിശപ്പ്. നമുക്കറിയാം, നമ്മൾ ഗൾഫ് യുദ്ധം കണ്ടവരാണ് 91-ൽ. ഹുബുസ് വേണോ വേണ്ടോ എന്ന് വിചാരിച്ച് വലിച്ചെറിഞ്ഞ ആൾക്കാർ ഒരു ഹുബുസിൻ്റെ കഷ്ടത്തിന് വേണ്ടി അടി കൂടുന്ന രംഗം നമ്മൾ കണ്ണുകൊണ്ട് കണ്ടവരാ. അന്ന് ഇവിടെ ഉള്ളവർക്കെല്ലാം അറിയാമത് ആ ചിത്രങ്ങൾ. പലായനം ചെയ്ത് ഓടിപ്പോകുമ്പോൾ വഴിയോരത്ത് വണ്ടിയിൽ ഹുബുസും വെള്ളം കൊണ്ടുവന്നപ്പോൾ അതുവരെ ഒരു അന്നം കാണാത്തവരെ മാതിരി ഒരു ഹുബുസിൻ്റെ കഷ്ടത്തിന് കടിപിടി കൂടിയാ ചെയ്ത മനുഷ്യന്മാർ. അത്രേ വേണ്ടു വിശക്കാൻ. നമ്മളൊക്കെ വളരെ മാന്യമായി പെരുമാറുന്നവരാ. നമ്മുടെ വിശപ്പും ദാഹമൊക്കെ കെട്ടടങ്ങി നിൽക്കുമ്പോൾ അതൊരു പരിധിവരെ നമ്മൾ സബൂറുമാക്കും. അവിടെ നിന്ന് അങ്ങോട്ട് വിട്ടാണ്ടല്ലോ, പിന്നെ ഞാൻ നല്ലോനാ, എന്ത് തിന്നാൻ കിട്ടിയിട്ട് ഞാൻ നന്നോനാവാ എന്ന് തീരുമാനിക്കും. അതാ വിശപ്പ്. എന്താ നിങ്ങളെ പ്രതികരണം എന്ന് നോക്കും, വിശപ്പിപ്പിച്ച് കളയും, വിശപ്പുണ്ടാക്കി കളയും.
പലതരത്തിലാവാം. അത് കിട്ടാഞ്ഞിട്ടാവാം, ലഭ്യത കുറക്കലാവാം, കഴിക്കാൻ പറ്റാതെയാവാം, എന്തുമാവാം. പിന്നുണ്ടായാലും നഖ്സുമിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്, ധനത്തിൻ്റെ കാര്യത്തിൽ കുറവ് വരിക, വിചാരിച്ച മാതിരി സാമ്പത്തിക ശേഷിയോ ചുറ്റുപാടുകളോ ലഭിക്കാതിരിക്കുക, ഉള്ളത് നിലനിൽക്കാതിരിക്കുക, ശരീരങ്ങളുടെ കുറവ് വരിക, അവയവങ്ങൾക്കൊക്കെ പ്രവർത്തന ശേഷി ഇല്ലാണ്ടാവുക, അല്ലെങ്കിൽ അംഗവൈകല്യത്തോടു കൂടി ജനിക്കുക, അല്ലെങ്കിൽ